ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഇവിടെ ന്യൂംബർഗിൽ മലയാളി സമാജത്തിൻ്റെ വിഷു ഈസ്റ്റർ സെലിബ്രേഷനാണ്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഴിയിലാണ്. 12:15 ആകുമ്പോഴത്തേന് ഞങ്ങൾ അവിടെ എത്തും. മലയാളി സമാജം ന്യൂംബർഗിൻ്റെ ഇത്തവണത്തെ വിഷു ഈസ്റ്റർ സെലിബ്രേഷൻ ന്യൂംബർഗ് സിറ്റിയിൽ വെച്ചാണ് സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. മലയാളി സമാജം ന്യൂംബർഗിൻ്റെ എല്ലാ ഇവൻറ്റുകളുടെയും രജിസ്ട്രേഷൻ ഓൺലൈൻ വഴിയാണ്. രജിസ്ട്രേഷൻ ഓപ്പൺ ആയപ്പോൾ തന്നെ ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് എൻട്രി ഫീ ഒക്കെ അടച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. ഇനി നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. അപ്പോഴേക്കും ഇന്നത്തെ ഇവൻറ്റിൻ്റെ ഫുഡൊക്കെ എത്തി. നമസ്കാരം. നമസ്കാരം. എല്ലാ പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയായോ? ഏകദേശം റെഡിയായി. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. റെഡിയാണ്. എന്തോ നമ്മുടെ ഇന്ന് സ്പെഷ്യാലിറ്റി എന്തുവാ? ഇന്ന് നമ്മൾ ഈസ്റ്റർ വിഷു സെലിബ്രേഷൻ ആണ്. നമ്മൾ എല്ലാ വർഷവും ചെയ്യും. നമ്മൾ മലയാളി സമാജം ന്യൂംബർഗാണ് ഇത് നടത്തുന്നത്. നമുക്കിന്ന് ഫുഡിലും വെറൈറ്റി ഉണ്ടല്ലേ? വെറൈറ്റി ആണ്. അതെ, സർപ്രൈസ് ആണ്. ഇപ്പൊ പറയാൻ പാടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് അകത്ത് ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ രജിസ്ട്രേഷൻ കൗണ്ടറിലെത്തി. രജിസ്ട്രേഷൻ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് കൈ കെട്ടാൻ അവരൊരു ബാൻഡ് തരും. നമ്മൾ MSNന്റെ വിഷു സെലിബ്രേഷൻ ആയിട്ട് വന്നിട്ടാണ്. ഫുഡോടുകൂടിയാണ് ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്തവണ ഫുഡ് ബുഫേ ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫുഡ് കോർഡിനേറ്റിംഗ് ടീം ഫുഡെല്ലാം ടേബിളിൽ സെറ്റ് ചെയ്യാനുള്ള പരിപാടികൾ ആരംഭിച്ചു. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും പ്രത്യേകം സെക്ഷനായിട്ടായിരുന്നു ഫുഡ് ഓർഗനൈസ് ചെയ്തിരുന്നത്. ഇത്തവണ വെറൈറ്റി ഫുഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പഴംപൊരിയും ബീഫ് റോസ്റ്റുമാണ് ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി. അതായിരുന്നു സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്തത്. ബീഫ് കഴിക്കാത്തവർക്ക് ചിക്കൻ റോസ്റ്റും വെജിറ്റേറിയൻസിന് മഷ്റൂം മസാലയും ഉണ്ടായിരുന്നു. പിന്നെ ഗീ റൈസും പനീർ മട്ടർ മസാലയും കച്ചുംബറും പിക്കിളും പിന്നെ ഡെസേർട്ടായിട്ട് നുറുക്ക് ഗോതമ്പിന്റെ പായസവുമാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി ഫുഡ്. നല്ലതാണോ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് വൈകക്കുട്ടി ഫുഡ്? ഇനി നമുക്ക് നമ്മുടെ ഫുഡ് കോർഡിനേറ്റിംഗ് ടീമിനെ ഒന്ന് കാണാം. ഫുഡൊക്കെ സെറ്റ് ചെയ്യാനും പിന്നെ അതൊക്കെ സെർവ് ചെയ്യാനും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവർ നിന്നിരുന്നത്. എന്നാൽ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോഴേക്കും ഫസ്റ്റ് ട്രിപ്പിൽ കഴിച്ചു കഴിഞ്ഞവർ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞു. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഫുഡായിരുന്നു. പഴംപൊരി ബീഫ് റോസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത്. ഇത്രയും അടിപൊളിയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ കോമ്പിനേഷൻ. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. ഒട്ടും വൈകാതെ തന്നെ കൾച്ചറൽ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു. കലാപരിപാടികളും ഗെയിംസും DJയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ നമ്മുടെ ടീമിന്റെ പേര് ആവേശം.
അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ടീമിൻ്റെ പേര് പോലെ തന്നെ വളരെ ആവേശത്തോടെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി.